നമസ്കാരം. ലേൺ വിത്ത് ആദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ ചാനൽ വീണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ ബീർബഹൂട്ടി എന്ന ചാപ്റ്ററുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ചാപ്റ്റർ ആയത് കാരണം 2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ബീർബഹൂട്ടികളെ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ പച്ചപ്പിൽ രക്തത്തുള്ളികൾ പോലെ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ബീർബഹൂട്ടികളെ. മഴക്കാലത്ത് കാണപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള ചെറിയ ജീവികളാണ് ഇന്ദ്രഗോപങ്ങൾ എന്ന ബീർബഹൂട്ടികൾ. ബീർബഹൂട്ടി എന്ന പാഠഭാഗത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സാഹിലിന്റെയും ബേലയുടെയും സൗഹൃദത്തിന്റെ ഏടുകളിലൂടെയാണ്. ഹിന്ദിയിലെ പ്രശസ്ത എഴുത്തുകാരനായ പ്രഭാതിന്റെ തൂലികയിൽ നിന്നും അടർന്നു വീണ ഒരു കഹാനിയാണ് ബീർബഹൂട്ടി. ആദ്യമായി നമുക്ക് കഥാകൃത്തിനെ പരിചയപ്പെടാം. युवा कवि प्रभात का जन्म राजस्थान के करौली में 1972 को हुआ. യുവ കവിയായ പ്രഭാത് കാ ജന്മ, പ്രഭാതിന്റെ ജനനം രാജസ്ഥാൻ കെ കരൗലി മേ, രാജസ്ഥാനിലെ കരൗലിയിൽ 1972 को हुआ, 1972 നടന്നത്. आप कवि होने के साथ साथ कहानीकार भी है. അദ്ദേഹം കവി ഹോനെ കെ സാത്ത് സാത്ത്, കവി എന്നതിനുപരി കഹാനികാർ ബി ഹെ, കഥാകൃത്ത് കൂടിയാണ്. കാസിബായ്, പാനി കി ഗാഡിയ, ജൂസ്താ രഹ ജാത്താ രഹ ആദി ആപ്കി പ്രമുഖ രചനായേ ഹെ. കാസിബായ്, പാനി കി ഗാഡിയ, ജൂസ്താ രഹ ജാത്താ രഹ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ബാദൽ ബഹുത് ബരസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. നമുക്ക് ഈ പാരഗ്രാഫിന്റെ അർത്ഥം നോക്കാം. ബാദൽ ബഹുത് ബരസ് ലിയേ थे. ബാദൽ കാർമേഘങ്ങൾ, ബഹുത് ബരസ് ലിയേ थे നന്നായി പെയ്തിരുന്നു, അതായത് മഴ നന്നായിട്ട് പെയ്തിരുന്നു. ഫിർ ബി എന്നാലും, ബഹുത് സാര പാനി ഒരുപാട് വെള്ളം, ഉന്മേം അവയിൽ, ബച്ചാ ഹുവാ ഥ ആ കാർമേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. വേ അവ, ഖേത്തോ വയലുകൾക്കും, ജംഗലോക്കെ കാടുകൾക്കും, ഉപ്പർ മുകളിൽ, ഛായേ ഹുയേ थे വ്യാപിച്ചു കിടന്നിരുന്നു. മൂങ്ഫലിയോങ്കി, മൂങ്ഫലി എന്ന് വെച്ചാൽ നിലക്കടലയാണ്. മൂങ്ഫലിയോങ്കി നിലക്കടലകളുടെ, ഹരെ പച്ച നിറമുള്ള, ഖേത്തോമേ വയലുകളിലുള്ള, പീലേ ഫുൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളിലും, അബീബി ഗീലേ थे ഇപ്പോഴും നനവുണ്ടായിരുന്നു. ഖേത്തോമേ വയലുകളിൽ, ഛോട്ടാ ഛോട്ട ചെറിയ ചെറിയ, ബാജ്റ ഉഗാഥ ബാജ്റ മുളച്ചു പൊന്തിയിരുന്നു. ബാജ്റ എന്ന് വെച്ചാൽ ഒരു ധാന്യമാണ്. ബാജ്റയ്ക്ക് ബാജ്റയുടെ, ലംബെ നീളത്തിലുള്ളതും, പതലെ വീതി കുറഞ്ഞതുമായ, പാത്തോമേ ഇലകളിൽ, പാനീക്കി ബൂന്ദേ വെള്ളത്തിന്റെ തുള്ളികൾ, ബൂന്ദേ തുള്ളികൾ, അട്കി ഹുയി തി തങ്ങി നിന്നിരുന്നു. ബാരിഷ് കി ഹവാമേ മഴ പെയ്യുമ്പോഴുള്ള ആ കാറ്റിൽ, ഗീലേ ഖേത്തവും നനഞ്ഞ വയലുകളുടെയും, ഓർ ബാരിഷ് കി ഹരിയാലിക്ക് മഴയുടെ, ഹരിയാലി പച്ചപ്പിന്റെയും, ഖന്ദ് സുഗന്ധം, ഖുലി ഹുയി ഥി അലിഞ്ഞു ചേർന്നിരുന്നു. ഈ പാരഗ്രാഫിലൂടെ നല്ലൊരു മഴക്കാല ദൃശ്യമാണ് പ്രഭാത് നമുക്ക് സമ്മാനിക്കുന്നത്. മഴ പെയ്തു തോർന്ന ഒരു അന്തരീക്ഷത്തിനെ വളരെ മനോഹരമായിട്ടാണ് പ്രഭാത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാർമേഘങ്ങൾ ഒരുപാട് പെയ്തിരുന്നു, എന്നിട്ടും ഒരുപാട് വെള്ളം അവയിൽ തങ്ങി നിന്നിരുന്നു. അവ വയലുകൾക്കും കാടുകൾക്കും മീതെ ഇങ്ങനെ വ്യാപിച്ചു കടന്നിരുന്നു. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘങ്ങളുടെ നിഴലുകളിൽ ഒരു നനുത്ത കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. മരങ്ങളുടെ തടികളിൽ ഇപ്പോഴും നനവുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലക്കടലകളുടെ പച്ചപ്പ് നിറഞ്ഞ വയലുകളിലുള്ള മഞ്ഞ പൂക്കളിലും നനവുണ്ടായിരുന്നു. വയലുകളിൽ ചെറിയ ചെറിയ ബാജ്റ മുളച്ചു പൊന്തിയിരുന്നു.
ബാജറയുടെ നീണ്ടു മെലിഞ്ഞ ഇലകളിൽ വെള്ളത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. മഴക്കാലത്ത് വീശുന്ന ആ തണുത്ത കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും പച്ചപ്പിന്റെയും സുഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. उन्हें बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहूटियां खोजा करते थे. सुर्ख, मुलायम, गदबदी बीर बहूटियां, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर वीर बहूटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. ഉനെ അവർക്ക് ബീർ ബഹൂട്ടിയോസെ ബീർ ബഹൂട്ടികളെ മിൽനാ ഹോതാ ഥ കാണണമായിരുന്നു. സോവേ അതുകൊണ്ടവർ സ്കൂൾ കേലിയെ സ്കൂളിലേക്ക്, ഘർസെ വീട്ടിൽ നിന്ന്, കുച്ച് സമയ പെഹലെ കുറച്ച് സമയം മുൻപ് തന്നെ, നിക്കലാതെ ഥെ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. കസ്ബേസെ സട്ടെ, കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം എന്നാണ് അർത്ഥം. കസ്ബേസെ സട്ടെ ചെറിയ പട്ടണത്തിനോട് ചേർന്ന, ഇൻ ഖേത്തോമേ ഈ വയലുകളിൽ, ബീർ ബഹൂട്ടിയ ബീർ ബഹൂട്ടികളെ, ഖോജ കർത്തേത്തെ തിരയുമായിരുന്നു. സുർഖ് ചുവന്നതും, മുലായം മിനുസമുള്ളതും, ഗദ്ബദി ബീർ ബഹൂട്ടിയ പതുപതുത്തതുമായ ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ഭൂമിയിൽ, ചൽത്തി ഫിർത്തി ചുറ്റിക്കറങ്ങുന്ന, ഖൂൻകി രക്തത്തിന്റെ, പ്യാരി പ്യാരി ബൂന്തെ പ്രിയപ്പെട്ട തുള്ളികൾ. ഉൻകെ ബസ്തെ അവരുടെ ബാഗുകൾ, ഉൻകെ പീട്ട് പർ അവരുടെ പുറത്ത്, ലതേ ഹോത്തെ ഥെ ചുമന്നിട്ടുണ്ടായിരിക്കും, കന്ധോം പർ ടംഗേ ഹോത്തെ ഥെ തോളുകളിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. വേ അവർ, ഏക് ദൂസരേക്ക് ഒരാൾ മറ്റൊരാളുടെ, ബഹുത്ത് നസ്ദീക് രഹക വളരെ അടുത്തിരുന്ന്, ബൽക്കി എന്നാൽ, കെഹന ചാഹിയെ ഇങ്ങനെ പറയേണ്ടി വരും, ബിൽക്കുൽ സഡ്കർ വളരെ ചേർന്നിരുന്ന്, വീർ ബഹൂട്ടിയ വീർ ബഹൂട്ടികളെ, ഖോജ്തേത്തെ തിരയുമായിരുന്നു. ഉനേൻ ദേഖ്നെ കെ ലിയെ അവയെ കാണുന്നതിനു വേണ്ടി, വേ അവർ, ബാരിഷ് കി മഴയുടെ, ഖന്ത് ഭരി പൂരി സുഗന്ധം നിറഞ്ഞ, ജമീൻ പർ ഭൂമിയിൽ, ബെഡ് ജായ കർത്തേ ഥെ ഇരിക്കുമായിരുന്നു. ഈ പാരാഗ്രാഫിലൂടെ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സാഹിലിനെയും ബേലയെയും കുറിച്ചാണ് പ്രഭാത് പറയുന്നത്. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. അതുകൊണ്ട് സ്കൂളിലേക്ക് വീടുകളിൽ നിന്നും കുറച്ച് നേരത്തെ അവർ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ചെറിയ പട്ടണത്തിനോട് ചേർന്ന വയലുകളിൽ അവർ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. ചുവന്നതും മിനുസമുള്ളതും പതുപതുത്തതുമായ ബീർ ബഹൂട്ടികൾ, ഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്ന രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികൾ. ബീർ ബഹൂട്ടികളെ തിരയുന്ന സമയത്ത് അവരവരുടെ ബാഗുകൾ പുറത്ത് തൂക്കിയിടുമായിരുന്നു. വളരെ അടുത്തിരുന്ന് അവർ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. ബീർ ബഹൂട്ടികളെ കാണുന്നതിനു വേണ്ടി അവർ മഴയുടെ സുഗന്ധമുള്ള ആ ഭൂമിയിൽ ഇരിക്കുമായിരുന്നു. बेला देखो, इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. बेला देखो നോക്കൂ, ഇസ് ബീർ ബഹൂട്ടിക ഈ ബീർ ബഹൂട്ടിയുടെ, രംഗ് നിറം, തുമാരെ റിബൺ കെ ജേസ നിന്റെ റിബൺ പോലെ, ലാൽ ഹെ ചുവന്നിട്ടാണ്. സാഹിൽ നെ കഹ സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല നീ എന്തെങ്കിലും കേട്ടോ ബേല? അപ്പോൾ ബേല മറുപടി പറയുന്നു, ഹാ സുന ആ കേട്ടു, പെഹലി ഗണ്ടി ലഗ് ഗയി ഫസ്റ്റ് ബെല്ലടിച്ചു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ബർവാനി ഹെ ദുകാൻ സെ ലേക്കിൻ എന്നാൽ, മുझे എനിക്ക്, പെൻ മേ പേനയിൽ, സ്യാഹി ഭി ബർവാനി ഹെ സ്യാഹി എന്ന് വെച്ചാൽ മഷിയാണ്, മഷി നിറയ്ക്കാനുണ്ട്, ദുകാൻ സെ കടയിൽ നിന്നും. 1981 का साल, राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश गड़े बिजली के खंभों के बीच खींची तारों की कतारें. इन गलियों में जहां तहां दिखाई पड़ते
मीठी घंटियां बजाते फेरी वाले। एक अंधेरी सी गली में 6-7 गधों की घुरों की टापों की आवाजें। उनके पीछे चलता एक बदन उखाड़े कुम्हार। इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल। उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी। स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे। 1981 का साल, വർഷം 1981। राजस्थान में രാജസ്ഥാനിലെ ജയ്പൂർ के ജയ്പൂരിന് നസ്ദീക് അടുത്തുള്ള സവാരി ഗാഡിയോ യാത്രാവാഹനങ്ങളും और മാൽഗാഡിയോ से ചരക്ക് വണ്ടികളും കൊണ്ട് സദാബര എല്ലായ്പ്പോഴും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് പട്ടണത്തിലെ ലഗ്ഭഗ് മിക്കവാറും സൂനി വിജനമായ തങ് ഇടുങ്ങിയ ഗലിയ തെരുവുകൾ. ഗലിയോമെ തെരുവുകളിൽ ഖാമോഷ് ഖടെ നിശബ്ദരായി നിൽക്കുന്ന ബിജ്ലി കെ ഖംബെ വൈദ്യുത പോസ്റ്റുകൾ. ഖംബോ കെ ബീച്ച് പോസ്റ്റുകൾക്കിടയിൽ ഖീഞ്ചി വലിച്ചു കെട്ടിയ താറോം കി കത്താരെ വൈദ്യുത കമ്പികൾ. ഇൻ ഗലിയോമെ ഈ തെരുവുകളിൽ ജഹാ തഹാ അവിടെയും ഇവിടെയുമായി ദിക്കായി പടുത്തെ കാണപ്പെടുന്ന മീഠി ഗണ്ടിയാം ബജാത്തെ മധുരമുള്ള മണികൾ മുഴക്കുന്ന ഫേരിവാലെ കാൽനട കച്ചവടക്കാർ. ഏക് അന്ധേരി സി ഗലി മേ ഒരു ഇരുട്ട് നിറഞ്ഞ തെരുവിൽ 6-7 6-7 ഗദോം കി കഴുതകളുടെ ഖുരോം കി ടാപ്പോം കി ആവാസെ കുളമ്പടി ശബ്ദം. ഉൻകെ പീछे അതിനു പിന്നിലായി ചൽത്ത വരുന്ന ഏക് ബദൻ ഉഖാടെ കുംഭാർ. ഏക് ബദൻ ഉഖാടെ മേൽവസ്ത്രമൊന്നും ധരിക്കാത്ത കുംഭാർ. കുംഭാർ എന്ന് പറഞ്ഞാൽ മൺചട്ടികൾ ഉണ്ടാക്കുന്ന ആളെന്നാണ് അർത്ഥം. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഈ ദൃശ്യത്തിന് നടുവിലൂടെ ഗുസർത്തെ ഹുയെ കടന്നു വരുന്ന 2 സ്കൂളി ബച്ചെ 2 സ്കൂൾ വിദ്യാർത്ഥികൾ, ബേല ഓർ സാഹിൽ. അതാണ് നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ബേലയും സാഹിലും. ഉൻ ദിനോ ആ ദിവസങ്ങളിൽ പെൻമേ പേനയിൽ 5 പൈസേ മേ 5 പൈസയ്ക്ക് നീലി സ്യാഹി നീല നിറമുള്ള മഷി ഭരി ജാതി ഥി നിറയ്ക്കാൻ കഴിയുമായിരുന്നു. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ സെ ഡ്രോപ്പർ ഉപയോഗിച്ച് പെൻമേ പേനയിൽ സ്യാഹി ഭർത്തെ ഥെ മഷി നിറയ്ക്കുമായിരുന്നു. സാഹിലിൻ്റെയും ബേലയുടെയും കഥ നടക്കുന്നത് 1981 രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേരയിലാണ്. ആ ഒരു കാലഘട്ടത്തിന് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ വരച്ചു കാണിക്കാൻ എഴുത്തുകാരന് സാധിച്ചിരിക്കുന്നു. യാത്രാവാഹനങ്ങളും ചരക്കുവാഹനങ്ങളും നിറഞ്ഞ ഇടുങ്ങിയ വിജനമായ തെരുവാണ് ഫുലേര. തെരുവിൽ വശങ്ങളിലായി നിശബ്ദരായി നിൽക്കുന്ന പോസ്റ്റുകൾ, പോസ്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈദ്യുത കമ്പികൾ, അവിടെയും ഇവിടെയുമായി മണികൾ മുഴക്കുന്ന കാൽനട കച്ചവടക്കാർ. ഇരുണ്ട തെരുവിൽ കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ, അവയ്ക്ക് പിന്നിലായി നടന്നു വരുന്ന കുംഭാർ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഇതെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. അന്ന് 5 പൈസയ്ക്ക് ഡ്രോപ്പർ ഉപയോഗിച്ച് സ്റ്റേഷനറി കടക്കാരൻ പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. പെൻമേ കുച്ച് സ്യാഹി ബച്ചി थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. പെൻമേ പേനയിൽ കുച്ച് സ്യാഹി കുറച്ച് മഷി ബച്ചി थी അവശേഷിച്ചിരുന്നു. ഉസെ അത് സാഹിലിനെ സാഹിൽ ജമീൻ പർ छिड़क दिया ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി പുതിയ മഷി ഭർവാനെ കെ ലിയെ നിറയ്ക്കുന്നതിനു വേണ്ടി ദോനോ രണ്ടുപേരും ദുക്കാൻ പഹുഞ്ചി കടയിലേക്ക് എത്തി. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. एक पेन स्याही भर दो, ഒരു പേന മുഴുവൻ മഷി നിറച്ചോളൂ. സാഹിൽ സെ പെഹലെ ഹി സാഹിലിന് മുൻപേ തന്നെ ബേല ദുക്കാൻ വാലെ സെ കഹ കടക്കാരനോട് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ മറുപടി പറയുന്നു, ബേട്ട സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. ബേട്ട മോനെ, സ്യാഹി की बोतल മഷിക്കുപ്പി അഭി അഭി ഇപ്പോൾ ഖാലി ഹോ ഗയി ഹെ കാലിയായതേ ഉള്ളൂ. അബ് തോ ഇനി കൽ ഹി മിൽ പായേഗി നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ
पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया। बेला बोली, लेकिन എന്നാൽ इसने तो ഇവൻ पेन में जो स्याही थी പേനയിൽ ഉണ്ടായിരുന്ന മഷി മുഴുവൻ जमीन पर छिड़क दिया ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞല്ലോ. ബേല बोली, ബേല പറഞ്ഞു. बादल को देखकर घड़े को नहीं ठुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों? दुकान वाले भैया ने कहा. हाँ, दोनों. और हम दोनों का सेक्शन भी एक ही है, ए. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. സാഹിൽ തന്റെ പേനയിലെ മഷിയെല്ലാം കുടഞ്ഞു കളഞ്ഞിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ കടക്കാരൻ പറഞ്ഞു, ബാദൽക്കോ ദേക്കർ, കാർമേഘത്തിനെ കണ്ട്, ഘടേക്കോ, ഘട എന്ന് പറഞ്ഞാൽ കുടമാണ്, ഘടേക്കോ കുടത്തിനെ, നെഹി ഠുലാനാ ചാഹിയെ, കമിഴ്ത്തരുത്, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, കടക്കാരൻ പറഞ്ഞു, ഓർ പൂച്ച, എന്നിട്ട് ചോദിച്ചു, കോൺ സി മേ പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में, 5ാം ക്ലാസ്സിൽ. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമെന്ന പോലെ മനസ്സ് മടുത്തുകൊണ്ട് സാഹിൽ പറഞ്ഞു. ദോനോ, രണ്ടുപേരും. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, കടക്കാരൻ പറഞ്ഞു. ഹാ, ദോനോ, അതെ, രണ്ടുപേരും. ഓർ ഹം ദോനോ കാ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ ബി, സെക്ഷനും ഏകി ഹെ, ഒന്നാണ്, എ. ബേലാനെ ऐसे खुश होकर बताया ജैसे ये कोई बहुत बड़ी बात हो, എന്തോ ഒരു വലിയ കാര്യമെന്ന പോലെ വളരെ സന്തോഷിച്ചുകൊണ്ട് ബേല പറഞ്ഞു. क्लास में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते थे. साहिल चमककुड़ी सन 57 में वो तलवार पुरानी थी पढ़ता तो बेला भी चमककुड़ी सन 57 में वो तलवार पुरानी थी पढ़ती थी. क्लास में, ക്ലാസ്സിൽ, दोनों, രണ്ടുപേരും, പാസ് പാസ് बैठते थे, ഒരുമിച്ചായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ, നോട്ട് പുസ്തകത്തിൽ വർക്കുകൾ ചെയ്യുമ്പോൾ, दोनों, രണ്ടുപേരും ഒരുമിച്ച്, കോപ്പി മേ കാം കർത്തേ थे, നോട്ട് പുസ്തകത്തിൽ വർക്കുകൾ ചെയ്യുമായിരുന്നു. കിതാബ് പഠിത്തേ തോ, പുസ്തകം വായിക്കുമ്പോൾ, दोनों, രണ്ടുപേരും ഒരുമിച്ച്, കിതാബ് പഠിത്തേ थे, പുസ്തകം വായിക്കുമായിരുന്നു. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ थे, മറിച്ച് അവർ ഒരേ പാഠം തന്നെ വായിക്കുമായിരുന്നു. സാഹിൽ ചമക്കുടി സൻ 57 में वो तलवार पुरानी थी എന്ന് വായിക്കുമ്പോൾ, ബേല ഭി, ബേലയും, ചമക്കുടി സൻ 57 में वो तलवार पुरानी थी എന്ന് വായിക്കുമായിരുന്നു. ബേല കഹത്തി, ബഹൻജി, പാനി പീനെ ചലി ജാവോ, ബഹൻജി എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചറെ എന്നാണ്. ടീച്ചറെ, വെള്ളം കുടിക്കാൻ പോകട്ടെ എന്ന് ബേല ചോദിക്കുമ്പോൾ, സാഹിൽ ബി കേത്ത, സാഹിലും പറയും, ബഹൻജി, പാനി പീനെ ചലാ ജാവോ, ഞാൻ വെള്ളം കുടിക്കാൻ പോകട്ടെ. നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കാം. गणित के माटसा सुरेंद्र जी का पीरियड घेलगंडी के बाद आता था. बच्चे उनसे कांपते थे और घेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. गणित के माटसा സുരേന്ദർ ജി കാ പീരിയഡ്, ഗണിതാധ്യാപകനായിട്ടുള്ള സുരേന്ദർ ജിയുടെ പീരീഡ്, ഗേൽഖണ്ഡിക്ക്, PT പീരീഡിന്, ബാദാത്ത, ശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ബച്ചെ ഉൻസെ കാംതേ തെ, കുട്ടികൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കാംതേ തെ, പേടിച്ച് വിറയ്ക്കുമായിരുന്നു. ഓർ ഗേൽഖണ്ഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹ്ലെ ഹി, ഗേൽഖണ്ഡി ബന്ദ് ഹോനെ സെ, PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് പെഹ്ലെ ഹി, 2 മിനിറ്റ് മുൻപ് തന്നെ, അപ്നി അപ്നി ജഗഹോं पर, അവരവരുടെ സ്ഥലത്ത്, ആക്കർ ബൈഠ് ജാതേ തെ, വന്നിരിക്കുമായിരുന്നു. सुरेंद्र जी माटसा इसी पीरियड में कॉपी जांचते थे, जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. सुरेंद्र जी माटसा, ഗണിതാധ്യാപകനായിട്ടുള്ള സുരേന്ദർ ജി, ഇസി പീരിയഡ് മേ, ഈ പീരീഡിലാണ്, കോപ്പി ജാഞ്ച്തേ थे, നോട്ട് പുസ്തകങ്ങൾ പരിശോധിച്ചിരുന്നത്. ജാഞ്ചന,
പരിശോധിക്കുക. ജറാസി ഗലത്തി പർ, ചെറിയൊരു തെറ്റിന് പോലും ബച്ചോങ്കു, കുട്ടികളെ ഇതർ ഉദർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേങ് ദേത്തെ ഥെ, തള്ളിയിടുമായിരുന്നു. യാ ജാംപട്ട് മാർനെ ലഗ്തേ ഥെ, അല്ലെങ്കിൽ നന്നായി അടിക്കുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ, അദ്ദേഹത്തിന്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ രുക്ന ഭൂൽ ജാതാ താ, നിൽക്കാൻ മറക്കുമായിരുന്നു. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്നത് കണക്കുമാഷായിട്ടുള്ള സുരേന്ദർജിയുടെ ഇൻട്രോ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.